മാഡം, ഈ PCOD-യിൽ ലാപ്രോസ്കോപ്പിക്ക് റോളുണ്ടോ? ലാപ്രോസ്കോപ്പി നമ്മളങ്ങനെ PCOD കണ്ടു കഴിഞ്ഞാൽ പാടന്നെ ചെയ്യണമെന്നില്ല. അപ്പം അവർ കുറേ കാലം കല്യാണം കഴിഞ്ഞു, കുറേ ട്രീറ്റ്മെൻ്റ് എടുത്തു, IUI, ഓവുലേഷൻ ഇൻഡക്ഷൻ ഇതൊക്കെ ചെയ്തു. എന്നിട്ടും ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ, അവർക്ക് IVF-നോട് താല്പര്യമില്ലെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് LH കൂടുതലും AMH ഒക്കെ കൂടുതലുണ്ടെങ്കിൽ, കുറേ അണ്ടങ്ങളും ഉണ്ടെങ്കിൽ, അണ്ടത്തിൻ്റെ നമ്പർ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ സാധാരണ PCOD എന്ന് പറഞ്ഞാൽ മോർ ദാൻ 20 ആണ്. അപ്പോൾ അത് 30-ൻ്റെ മേലെ 40-ൻ്റെ മേലെയൊക്കെ അണ്ടങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോൾ തന്നെ IVF-നോടൊന്നും താല്പര്യമില്ലെങ്കിൽ അവർ ഗൾഫിലേക്കൊക്കെ പോവുകയാണ്, ഹസ്ബൻഡിൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കാൻ പോവുകയാണ്, ഒന്ന് ബ്രേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് പോവാം. ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഓവറിയിൽ ഡ്രില്ലിംഗ് എന്ന് പറയും, ഓവറിയൻ ഡ്രില്ലിംഗ് എന്ന് പറയും. ഓവറിൻ്റെ സ്ട്രോമയിൽ കോട്ടറൈസേഷൻ ചെയ്യുക. ഇലക്ട്രോ കോട്ടറി ഉപയോഗിച്ചിട്ട് കോട്ടറൈസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം ആൻഡ്രോജൻ കുറയുന്ന പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇവർ ഒന്നിച്ച് 1 വർഷം താമസിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നാച്ചുറൽ പ്രഗ്നൻസിക്കും സാധ്യതയുണ്ട്.